തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണ വിവാദത്തിൽ സർക്കാരും ഡോക്ടർ ഹാരിസ് ഹസനും ഒത്തുതീർപ്പിലേക്ക്. ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടായേക്കില്ല. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കണ്ടെന്നും കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. മാഡത്തിന് അത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് സാങ്ഷനാക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു. ESWL ഉടനെ തന്നെ വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയോ ഒന്നും ചെയ്യില്ല. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന് കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വിവാദത്തിൽ പ്രതികരണവുമായി DME ഡോക്ടർ വിശ്വനാഥും രംഗത്തെത്തി. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. കുരുക്കാനല്ല ആ വാർത്താ സമ്മേളനം. അത് ഇന്ന് ഡോക്ടർ ഹാരിസ് ഇന്ന് രാവിലെ പറഞ്ഞല്ലോ. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടിലുള്ള ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് KGM-CTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്ന റബീഹം പറഞ്ഞു. ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ KGM-CTA ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ പ്രസൻസിൽ വേണം മീറ്റിംഗ് എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണമല്ലോ. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു. റിനു ശ്രീധർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. റിനു, എല്ലാ പ്രശ്നങ്ങളും തീർന്നോ? ഉന്മേഷ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളെല്ലാം തന്നെ സമവായത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം 5 ദിവസമായി ലീവിലായിരുന്നു ഹാരിസ് ഹസൻ ഡോക്ടർ. അദ്ദേഹത്തിനെ ആശുപത്രിയിലെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാണുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഹാരിസ് ഹസൻ ഒരു രീതിയിലും ഒരു വിവാദ പരാമർശത്തിലേക്ക് പോയില്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുക. അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വലിയ പ്രതികരണങ്ങളിലേക്ക് ഒന്നും തന്നെ പോകാൻ അദ്ദേഹം തയ്യാറായതുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് DME അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ KGM-CTA മെഡിക്കൽ അധ്യാപക സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ഹസനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളുമാണ് ഉണ്ടായത്. തുടർന്നാണ് സംഘടന ഇതിലേക്ക് ഇടപെട്ടത്. മന്ത്രിയുമായി സംസാരിച്ചു. ഒരു തരത്തിലുള്ള നടപടിയും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പും ആ സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം മന്ത്രിയുമായി നേരിട്ട് ഈ ഡോക്ടറുടെ തന്നെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് അറിയിക്കാം എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിക്കാനും തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഉപകരണ വിവാദത്തിലെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 5 ദിവസത്തെ ലീവിലായിരുന്നു ഡോക്ടർ. സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ലീവ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നിപ്പോൾ യൂറോളജി വിഭാഗത്തിൽ അദ്ദേഹം ചുമതല ഏറ്റിട്ടുണ്ട്. ഉന്മേഷ, ശരി. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.